ജീവിതം ഒരു മാരത്തോണാണ്, സ്പ്രിൻ്റല്ല. നാം ഓടിക്കൊണ്ടിരിക്കുക, പക്ഷേ സ്വന്തം ശ്വാസം കേൾക്കുന്ന വേഗത്തിലായിരിക്കണം. സമ്മർദ്ദത്തിൻ്റെ തിരകളിൽ മുങ്ങിപ്പോകാതെ അതിനെതിരെ നീന്തി മുന്നോട്ട് പോയാൽ വിജയം വെറും ലക്ഷ്യസ്ഥാനമല്ല, ആരോഗ്യകരവും ഹൃദ്യവുമായ യാത്രയായിരിക്കും എന്നുകൂടി അറിയുക. 2025 ആഗസ്റ്റ് 31 ഞായറാഴ്ചയിലെ ചന്ദ്രിക വാരാന്ത പതിപ്പിൽ ഡോക്ടർ ഇസ്മയിൽ മരിദേരി എഴുതിയ ലേഖനം സമ്മർദ്ദതീരത്തെ കലയുടെ കുറവ്. കുറച്ചുകാലം മുൻപ് വൈകുന്നേരം ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ മനസ്സിലുണ്ടാകുന്നത് വീട്ടിലെ ചായയുടെ മണമായിരുന്നു. ഇന്ന് മടങ്ങുമ്പോൾ മനസ്സിലുണർന്നിരിക്കുന്നത് മറുപടി നൽകാത്ത ഇമെയിലുകളുടെയും പൂർത്തിയാകാത്ത റിപ്പോർട്ടുകളുടെയും പട്ടികയാണ്. ഒരു യുവ IT ജീവനക്കാരൻ്റെ വാക്കുകളാണിത്. കാലം മാറി. ഒരിക്കൽ തൊഴിൽ ജീവിതത്തിനും വ്യക്തിജീവിതത്തിനും ഇടയിൽ വ്യക്തമായ ഒരു രേഖയുണ്ടായിരുന്നു. ഓഫീസ് കവാടം കടന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ജോലി പിന്നിലായിരുന്നു. ഇന്ന് ആ രേഖ പൂർണ്ണമായും മാഞ്ഞിരിക്കുന്നു. ഓഫീസ് ഇപ്പോൾ നമ്മുടെ കയ്യിലാണ്. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, മീറ്റിംഗ് ആപ്പുകൾ, പലരും ഇപ്പോൾ 24 മണിക്കൂറും ഓൺലൈനിലാണ്. നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രേരക ശക്തികളിൽ ഒന്നാണ് ചെയ്യുന്ന കാര്യങ്ങളിൽ നേട്ടം കൈവരിക്കണമെന്ന ആഗ്രഹം. പക്ഷേ അധിക ഭാരമായപ്പോൾ അതൊക്കെ പലരെയും മാനസിക സമ്മർദ്ദത്തിൻ്റെ തീരത്തിലേക്ക് തള്ളിവിടുന്നുവെന്നതാണ് റിപ്പോർട്ടുകളിൽ തെളിയുന്നത്. IT, മാധ്യമം, ബാങ്കിംഗ് മേഖലകളിൽ 80% യുവാക്കൾ ഇന്ന് ജോലി സമ്മർദ്ദത്തിൻ്റെ പിടിയിലാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. വേതനം ഉയരുമ്പോഴും പലരുടെ മനസ്സിലെയും ആശ്വാസം കുറയുന്ന സാഹചര്യമാണിപ്പോൾ. നേരിട്ട് വിളിച്ചു പറഞ്ഞു വരുന്ന ഒന്നല്ല സമ്മർദ്ദം. ഉറക്കം കുറയുക, അല്ലെങ്കിൽ അമിതമായി ഉറങ്ങുക, തലവേദന, സ്ഥിരമായ ക്ഷീണം, ചെറിയ കാര്യങ്ങളിലും അസഹിഷ്ണുത, കാര്യങ്ങളിൽ താല്പര്യം നഷ്ടപ്പെടുക തുടങ്ങിയ ചെറുലക്ഷണങ്ങളിലൂടെയാണ് അത് പിടിമുറുക്കുക. പലരും ഇത് സാധാരണമാണ് എന്ന് കരുതും. പക്ഷേ അവയൊക്കെ മനസ്സിൻ്റെ അലാറം ശബ്ദങ്ങളാണെന്ന് തിരിച്ചറിയണം. ഇത്തരം ഉണർത്തുസ്വരങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങിയാൽ ഒട്ടും വൈകിക്കാതെ മനസ്സിനെ കരുത്തുറ്റതാക്കാൻ ആരെയും കാത്തിരിക്കാതെ നാം ബോധപൂർവം ഒരുങ്ങണം. ഓഫീസ് സമയത്തിന് പുറത്ത് ജോലി സന്ദേശങ്ങൾ ഓഫ് ചെയ്തിടുന്നതാണ് പലപ്പോഴും നല്ലത്. ദിവസവും ശരീരം ചലിപ്പിച്ച് കുറച്ചു നേരമെങ്കിലും നടക്കണം. കഴിയുമെങ്കിൽ യോഗ ചെയ്യുക. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളോട് ഉള്ളു തുറന്ന് സംസാരിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം സോഷ്യൽ മീഡിയ ഒഴിവാക്കുന്നതും നന്നാവും. ഇതൊന്നും മതിയാവുന്നില്ലെങ്കിൽ കൗൺസിലിംഗ് തേടുക. അത് ദുർബലതയല്ല, ബുദ്ധിപരമായ തീരുമാനമാണ് എന്നറിയുക. അംഗങ്ങളുടെ മാനസികാരോഗ്യം ഒരു കുടുംബത്തിൻ്റെ ക്ഷേമത്തിനും കെട്ടുറപ്പിനും എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ അത്രയും തന്നെ ജീവനക്കാരുടെ മാനസികാരോഗ്യം ഒരു സ്ഥാപനത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനമാണ് എന്ന കാര്യം അവഗണിക്കരുത്. മെൻ്റൽ ഹെൽത്ത് പോളിസികളും ബോധവൽക്കരണ സെക്ഷനുകളും സഹായ പരിപാടികളും എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കണം. ആരോഗ്യമുള്ള ജീവനക്കാരില്ലാത്ത സ്ഥാപനങ്ങൾ ഉയർന്ന വേതനം നൽകിയാലും ദീർഘകാലം ഫലപ്രദമായി നിലനിൽക്കില്ല. നിങ്ങൾ ചിലരെ കണ്ടിട്ടില്ലേ? അവർ ചെയ്യുന്ന ജോലി ആസ്വദിച്ച് ചെയ്യുന്നവരാണ്. അവർക്ക് പരാതികളും പരിഭവങ്ങളും താരതമ്യേന കുറവായിരിക്കും. ഫലപ്രദമായ തരത്തിൽ ജീവിക്കുന്ന ഇത്തരക്കാരുടെ രഹസ്യം അന്വേഷിച്ചു നോക്കൂ. അവർക്കും 24 മണിക്കൂറേയുള്ളൂ. എന്നാൽ ഇവർ ദിനരാത്രങ്ങളെ കരുതലോടെ ചിലവഴിക്കുന്നത് കാണാം. അവർ ഓഫീസ് ജോലി ഓഫീസിൽ തീർക്കും. വൈകുന്നേരം കുടുംബസമയം, സുഹൃത്തുക്കൾ, ഹോബികൾ എന്നിവയിൽ മുഴുകും. ജോലി പെട്ടെന്നൊന്നും തീരുന്നില്ലെന്നും ജീവിതം അത്രത്തോളം കാത്തിരിക്കില്ലെന്നും അവർക്ക് നന്നായി അറിയാം. അതിനാൽ അവർ മുൻഗണനാക്രമത്തിൽ അത്യാവശ്യവും പ്രധാനവുമായ കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നവരായിരിക്കും. ഇല്ല എന്ന് പറയുന്ന കല അവർക്കറിയാം. എല്ലാം ഏറ്റെടുക്കുന്നത് ഫലപ്രദമല്ലെന്നറിയുന്നവർ സൂക്ഷ്മതയോടെ മാത്രമേ കാര്യങ്ങൾ ഏറ്റെടുക്കുകയുള്ളൂ. ചെറിയ സന്തോഷങ്ങൾ അവർ മുടങ്ങാതെ ആസ്വദിക്കുന്നത് കാണാം. ഒരു കാപ്പി, ഒരു നടപ്പ്, ഒരു പാട്ട് കേൾക്കൽ, ഇവയൊക്കെ ചെറുതാണെങ്കിലും മനസ്സിനെ ഉന്മേഷദായകമാക്കും എന്നവർക്കറിയാം. കൂടാതെ ഉറക്കവും ഉല്ലാസവും ഉൽപ്പാദനക്ഷമതയുടെ ഇന്ധനമാണ് എന്നതവർ ഗൗരവത്തോടെ കാണുന്നു. കാലം കുറവാണ് എന്ന ആരോപണം നാം നിർത്തണം. നമ്മുടെ ജീവിതത്തിൻ്റെ കല ജോലിയും സന്തോഷവും സംയോജിപ്പിച്ച് മുന്നേറലാണ്. ഒരിക്കലത് പഠിച്ചാൽ ഓഫീസിലും വീട്ടിലും നമ്മൾ വിജയിക്കും. കാലമല്ല കുറവ്, അതുപയോഗപ്പെടുത്തുന്ന കലയാണ് കുറവെന്നറിയുക. തയ്യാറാക്കിയത് ദിഷണ അക്കാദമി, ഇരുമ്പുഴി. ശബ്ദം KVA അസീസ്, ചുങ്കത്തറ.